ഒരുമിച്ച് ദിവസത്തിൽ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവിന്റെ സാന്നിധ്യം ആദ്യയോടെ നമ്മൾ അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസ്ഥലം ഞങ്ങൾ അടുത്ത് വരുന്നു. ഇന്ന് പകൽക്കാലം അവിടുത്തെ പാതയെ അണയുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. മക്കളായി ഞങ്ങൾക്ക് വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വരുവാൻ കർത്താവിടെ ആയിരുന്നല്ലോ. ഹാലലൂയ. നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ദേശത്ത് കൊണ്ടുവന്ന് വൃത്തത്തോടെ ഞങ്ങളെ സഹായിച്ചു. അവരുടെ ആവശ്യങ്ങൾക്കായി കർത്താവിടെ നാമത്തിന്റെ മഹത്വത്തിനായി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ഇന്ന് പകൽക്കാലം അതോടൊന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തി ഞങ്ങൾ ചോദിക്കുന്നു. ദൈവകൃപ ഞങ്ങളെ കാക്കണമേ. ആരാധന ദൈവമഹത്വപ്പെടുന്നവരുടെയാകണമേ. പാടുവാൻ പ്രാർത്ഥിപ്പാൻ അവിടുത്തെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥന കേട്ടിരിക്കുക. മഹത്വം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ചെയ്തുകൊണ്ട് പ്രാരംഭത്തിൽ നമുക്ക് ചേർന്ന് പാടാം. വന്ദനമേശുവിനാണുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി. വന്ദനമേശുപാരാ നിനക്കെന്നും വന്ദനം യേശുപാരാ. വന്ദനമേശുപാരാ നിനക്കെന്നും വന്ദനം യേശുപാരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാതെ Maria,
ഒരു കാര്യം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിന്റെ നാമം മധുരമായ നാമമാണ്. ഹല്ലേലൂയ. മറ്റൊരു നാമത്തോട് ചേർത്ത് പറയുവാൻ സാധ്യമല്ലാത്ത ഏറ്റവും ഉന്നതമായ നാമത്തെ, സകല നാമത്തിനും മേലായ നാമത്തെ ഇന്ന് പകൽക്കാലം പാടി ആരാധിക്കാൻ കർത്താവിനെ സഹായിക്കട്ടെ. യേശുവിൻ നാമം മാധുര്യം നാമം, ഇണയില്ല നാമം, ഇമ്പനാമം എന്നുള്ള പാട്ട് ചേർത്ത് പാടി കരകളെ തട്ടി നമുക്ക് ഒരുമിച്ച് വേണ്ടി ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കം, പരമസന്തോഷം നേടിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കം, പരമസന്തോഷം നേടിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പരിമളം കഴിയുമ്പോൾ യേശുവിൻ നാമം, പാരിലും വാസനം വീശിടും നാമം. പരിമളം കഴിയുമ്പോൾ യേശുവിൻ നാമം, പാരിലും വാസനം വീശിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനവിമാനമത് യേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനവിമാനമത് യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തമൗലിയും നൽകിടും നാമം, ആശീർവാദം പാലക നാമം. വാഗ്ദത്തമൗലിയും നൽകിടും നാമം, ആശീർവാദം പാലക നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഉലകാരുകളെല്ലാം അടങ്ങിടും നാമം, ഏവരും ഒരുപോലെ അടങ്ങിടും നാമം. ഉലകാരുകളെല്ലാം അടങ്ങിടും നാമം, ഏവരും ഒരുപോലെ അടങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം പരിശുദ്ധ 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 നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധ 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 നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം.
ഈ സമയത്ത് സംഗീതത്തിൽ നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 46-ാം സംഗീതം വാക്യപ്രകാരമായി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 46. We will read this psalm responsibly and give glory to God. 46-ാം സംഗീതം Psalm 46. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വെള്ളമരിച്ചു കലങ്ങിയാലും അതിന്റെ കോപമുണ്ട പർവ്വതത്തിൽ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈനികരുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ യുദ്ധം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിട്ട് ചുട്ടുകളയുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. സൈനികരുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. We come forward for a time of singing praise and worship. Hallelujah. പ്രിയ സഹോദരനോട് ചേർന്ന് വീണ്ടും hallelujah. English language പാടി ദൈവത്തെ let us have a time of worship. Let us have a time of glorifying God's holy name. Along with the team we are going to worship God. Hallelujah. ഒരുമിച്ച് ചേർന്ന് പാടി കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. Hallelujah. Hallelujah, hallelujah. Praise God, Jesus, Jesus. Amen, 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 amen. Praise the Lord. In Philippians chapter 2, it says, there's a word that says, therefore God is exalted him to the highest place and gave him the name that is above every name. Amen. That at the name of Jesus every knee shall bow in heaven and on earth and under the earth. The name of our Jesus is very powerful, is very beautiful, is very wonderful. Like the Bible says, at the name of Jesus, every knee shall bow, every demon shall flee, and there is always deliverance in His name. No matter what sort of sickness or difficulties or any issues that we face through, there is always deliverance in His name. We know that in the name of Jesus, the mountains move and the seas are divided. His name is above all other God's names and all above other kings' names. And we are so lucky and so blessed to have our Jesus with that powerful name to be our God, our Savior, and our King. So let us continue to worship Him and give honor to His name. Amen. Hallelujah. You are my strength when I am weak. You are my treasure that I seek. You are my all in all. You have so precious true, Lord, to give up and be a fool. You are my all in all. Hallelujah. Jesus, Lamb of God, worthy is your name.
What a beautiful name it is. The name of Jesus Christ my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. One without the Lord Most High. In glory in creation. Now we're living, you are Christ. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ my King. Hallelujah. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us. So Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. Yes, Lord. Hallelujah. Praise God. The name of Jesus Christ my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. Death could not hold you. The world before you. Silence the voices of sin and praise. The lambs are roaring, the sons of glory. For you are raised to life again. You have no rival. You have no equal. Now and forever, God, you reign. Yours is the kingdom. Yours is the glory. Yours is the name above all names. What a powerful name it is. What a powerful name it is. The name of Jesus Christ my King. What a powerful name it is. Nothing can stand against. What a powerful name it is. The name of Jesus. What a powerful name it is. What a powerful name it is. The name of Jesus Christ my King. What a powerful name it is. Nothing can stand against. What a powerful name it is. The name of Jesus. Hallelujah. Praise the Lord. In the name of Jesus.
The name above all other names. Hallelujah. What a powerful name it is. Hallelujah. What a joyful name it is. Let us raise our voice. Let us raise our hands and praise God. Hallelujah. Let us say, oh God, your name is above all other names. Gracious Lord, Heavenly Father, we thank you for this morning. We are in your presence, O God. We acknowledge that your name is this morning, and we are here to worship you. Also, thank we give unto the mighty hands of God. Thank you, Lord, for helping us to glorify your holy name. Worshiping in your presence, O God. Worshiping you in spirit and truth. And we praise your name, O God. We glorify your name. Hallelujah. Thank you, Lord, for hearing our praise. In Jesus' mighty name we pray. Amen. Please be seated in the presence of God. Our kids will come forward now for the memory verses. Memory verses are in the അവർക്ക് പ്രാക്ടീസിനായി പോകേണ്ടത് വേഗം. Let your good deeds shine for all to see, so that they may praise your heavenly Father. Everyone God proves true. He is a shield to all who come to him for protection. Proverbs 30 verses 5. Praise God. Hallelujah. Proverbs 12 verses 18 and 22. The reckless words pierce like a sword, but the tongue of the wise brings healing. Truthful lips endure forever, but a lying tongue only lasts a moment. There is deceit in those who plot evil, but joy for those who promote peace. The Lord detests lying lips, but he delights in men who are truthful. Amen. First Samuel 3:9. To me, Lord, because I'm listening. Amen. Praise God. Psalms 117. Praise the Lord, all you Gentiles, Lord and all you people, for his merciful kindness is great toward us, and his steadfast love endures forever. Matthew chapter 5, verse 7 to 9. Blessed are the merciful, for they shall obtain mercy. Blessed are those who are pure in heart, for they shall see God. Blessed are the peacemakers, for they shall be called the sons of God. The Lord does not let the righteous go hungry, but he stops the craving of the wicked. Proverbs 10 verse 3. 1 Thessalonians 5:16, verse 18. Rejoice always, give thanks in everything, for this is the will of God for you in Christ Jesus. Joshua 1 verse 9. Be strong and of good courage. Do not be afraid, nor be dismayed, for the Lord your God is with you wherever you go. Amen. Galatians 5:22 and 23. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, and self-control. Against such things there is no law. Be of the same mind toward one another. Do not set your mind on high things, but associate with the humble. Do not be wise in your own opinion. Repay no one for evil, but have regard for good things in the sight of all men. Romans 12 verse 16 and 17. Amen. Psalm 25 verses 1 to 5. In you, Lord my God, I put my trust. I trust in you. Do not let me be put to shame. Do not let my enemies triumph over me. But let shame come on those who are treacherous without cause. Teach me your ways, Lord. Guide me in your paths. Guide me in your truth and teach me. For you are God, my Savior, and my hope is in you all day long. Job chapter 37, verses 5 to 6. He thunders marvelously with his voice, and does things we cannot comprehend. He tells to the snow, fall on the earth, likewise to the gentle rain and heavy rain of his strength. Bless those who persecute you, bless and do not curse them. Rejoice with those who rejoice and weep with those who weep. Live in harmony with one another. Do not be haughty, but associate with the lowly. Repay no one evil for evil. Where possible, do what is honorable in the sight of all. Romans 12 verses 14 to 17.
Those who trust in the Lord are like Mount Zion, which cannot be moved and abides forever. Just as the mountains surround Jerusalem, the Lord surrounds his people from this time forth and forevermore. Psalms 125 verses 1 to 2. Amen. Yesterday our kids are having a wonderful time by the school anniversary, and our kids did a very good job. Let us appreciate them. Hallelujah. Let us appreciate the hard work. Hallelujah. They are excelling in all the programs. They are doing for the glory of God. The Sunday school team has done a great job. Hallelujah. അവരുടെ അനുഗ്രഹിക്കട്ടെ. അവരുടെ താലന്തുകൾ ദൈവമഹത്വത്തിനായി വളരെ സന്തോഷിച്ച ഒരു സന്ധ്യയായിരുന്നു. സന്ധ്യ സമയം കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി, നമ്മുടെ മുതിർന്ന കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ മുന്നേറുന്നത് ആത്മാവിൽ ആത്മീയരായ ഒരു കർത്താവ് വീണ്ടും അവരെ സഹായിക്കുന്നതിനായി. They shall be blessed in all their life. Hallelujah. As they are going for the practice, let us bless them. Gracious Lord, Heavenly Father, we thank you for our dear children of God. Bless them, O God. Thank you, Lord, for enabling them to share the memory verses, the word of God that has come out from their mouth, O God, that should stay in their hearts and be a blessing, O God. Let them be a blessing, O God. Thank you, Lord, for helping our Sunday school YPA team to perform, O God, for the anniversary, and thank you, Lord, for leading us thus far, all throughout this 2025. This year has been a very great blessing, even though we had challenges, but you have been a great blessing to us, O God. Thank you, Lord, for your faithfulness in the life of our dear children. O God, as they are completing their 1 year of the Sunday school and this academic year, God, we bless them, O God. Hallelujah. In the coming days, make them a blessing for your kingdom. As they go for the practice, be with them. Make them shine for your glory. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Amen. Kids, please go for your practice. God bless you. Hallelujah. Stop. As the kids are departing, we will go to the Psalm exhortation. We have read this psalm many times. അവർ ദൈവത്തിൽ പറയുക, ദൈവമാണ് ഞങ്ങളുടെ സങ്കേതം, ഞങ്ങൾക്ക് ബലം. കഷ്ടങ്ങളിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഏറ്റവും അടുത്തതാണ്. നമ്മുടെ പ്രയാസ മേഖലകളിൽ നാം ദൈവത്തെ വിളിച്ചറിയിക്കും. Hallelujah. It is very important that we have to call upon the right person at the right time. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും പലരിലേക്കും എത്തുന്നത് വളരെ താമസിച്ച്, അല്ലെ? നമ്മള് രോഗികളുമായ ഹോസ്പിറ്റലിൽ, ഇവിടുത്തെ പ്രവണത അത്രയില്ല, നാട്ടിലൊക്കെ രോഗികളുമായ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പറയും, ഒരു 10 മിനിറ്റ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു, താമസിച്ചു പോയി എന്ന് പറയാം, അല്ലേ? തെങ്ങനെ ഒരിക്കലും പറഞ്ഞു 10 മിനിറ്റ് മുമ്പ് ആ തെങ്ങനെ വീണില്ല, വീഴാതെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ച കഥയുമുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ സമയം പറയും, 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു, താമസിച്ചു പോയി. അല്ലെങ്കിൽ ഇവിടെ ഒക്കത്തില്ല, വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ പറയും അവിടുന്ന് തള്ളി എന്നൊക്കെ പറയും. സ്തോത്രം. ഇപ്പോൾ ഈ പിള്ളേർ പറയുന്ന തള്ളലല്ല, സ്തോത്രം, വേറെ ലെവലിലാണ് അത് പറയുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ people have opened their hands and said, we cannot do it, it is beyond our hands. എന്നാൽ ദൈവത്തിന്റെ സന്നിധി ചെന്നാൽ ഏതൊരു വിഷയത്തിനും പരിഹാരം. ദൈവം പറയില്ല, ഇവിടെ ഒക്കുന്ന കാര്യമല്ല ഇത്, ദൈവം പറയാം. ഹല്ലേലൂയ. കൊലപത്രന്മാർക്ക് മനസ്സിലായി. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമായ സാഹചര്യം വന്നപ്പോൾ, മറ്റെല്ലാവരും അവരെ കൈവിട്ടപ്പോൾ, മറ്റെന്തും അവർക്ക് ഒരു അഭയമില്ലെന്ന് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സന്നിധി ഞങ്ങൾക്ക് അഭയം. അവരെന്തും പറയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ എപ്പോഴും കാര്യങ്ങൾ ഒരുപോലെയില്ല. കാര്യങ്ങൾക്ക് ഏറ്റക്കുറിച്ച് മനുഷ്യരാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്ത് തന്നെ മറന്നാലും, നമ്മുടെ സന്തോഷവും ദുഃഖവും ഒക്കെ നമ്മൾ മറന്നാലും, ദൈവം നമുക്ക് വേണ്ടി സങ്കേതമായി നിലയുറപ്പിച്ച അവസരങ്ങളെ നാം മറന്നു പോകരുത്. മറന്നു പോകരുത്. ശരിയായ പറയുന്നത് കൺഫ്യൂഷനൊക്കെ ഒരു ഫ്രീക്വൻസി മാറിപ്പോല. സ്തോത്രം. ചെറിയൊരു ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മാറും. സ്തോത്രം. ശരിയായ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. സ്തോത്രം. ശരിയായ ഫ്രീക്വൻസിയിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പഠിക്കണം. അല്പം മാറിപ്പോയാൽ എത്തേണ്ടടുത്ത കാര്യങ്ങൾ എത്തത്തില്ല. ഹല്ലേലൂയ. അല്പം മാറിപ്പോയാൽ, ഹല്ലേലൂയ, അല്പം പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ, അല്പം മറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയായ രീതിയിലുള്ള പ്രാർത്ഥന വിളിച്ചപേക്ഷിക്കുന്നതല്ല. പ്രാർത്ഥനയുടെ ശബ്ദം കുറവായതുകൊണ്ടല്ല. സ്തോത്രം. സംഭവിച്ചതാണ്, ഞാൻ ശരിയായ രീതിയിൽ എന്റെ ദൈവത്തോട്, നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ, മറ്റു പല ഇടങ്ങളിൽ അദ്ദേഹം ചൊല്ലിയിട്ട് ദൈവത്തെ
ഒരു സെക്കൻഡറി സോഴ്സ് ആയി വെക്കരുത്. എന്റെ ആദ്യത്തെ വിളി എന്റെ ദൈവത്തിക്കൽ പരമമായ വിളി. മറ്റുള്ളവരൊക്കെ ദൈവം ഉപയോഗിക്കുമായിരിക്കും സഹായിക്കാൻ, മറ്റുള്ളവരൊക്കെ ദൈവം നിലനിർത്തും. God will use many people to stand for me, but എന്റെ ഏക ആശ്രയം, പരമപ്രധാനമായി എന്റെ ആശ്രയം എന്റെ ദൈവത്തിലായിരിക്കും. ഹല്ലേലൂയ. ദൈവമായ യഹോവയുടെ നാമത്തെ വിട്ട് ഒരു കാര്യം ഉണ്ടാകരുത്. ദൈവത്തിൽ ആശ്രയം അപ്രകാരം സമർപ്പിച്ച് പൂർണ്ണമായ ദൈവാശ്രയം, അല്പം ഇരുതോണിൽ കലവെക്കുന്ന മനോഭാവമല്ല. പൂർണ്ണമായ അപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് മറ്റു കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. സ്തോത്രം, ശത്രു വെക്കുന്ന ഏറ്റവും വലിയ ഒരു സ്തോത്രം ഹല്ലേലൂയ അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു ഭീഷണിയാണ്. ഇത് പോരാ എന്ന് തോന്നിക്കത്തോണം. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം അർപ്പിച്ചു, വിശ്വാസത്തിന് കുറവൊന്നുമില്ല, പക്ഷേ ഇത് പോരാ എന്ന് തോന്നത്തക്ക വിധം കാര്യങ്ങൾ വീണ്ടും വഷളാക്കി വന്നിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പറയുന്നത് ഭൂമി മാറിപ്പോല. ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, എന്റെ ദൈവം എന്നെ സഹായിക്കും. അപ്പോഴാണ് കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് മാറിപ്പോകുന്നത് പോലെ ഭൂമി മാറിപ്പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. പർവ്വതങ്ങൾ കുലുങ്ങുന്ന അവസ്ഥ, സ്തോത്രം, സമുദ്ര മധ്യ വീഴുന്ന അവസ്ഥ, വെള്ളം ഇരച്ചു കലങ്ങുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇതൊക്കെ അവരുടെ കൺമുമ്പിൽ കണ്ടതാ. ഭൂമി വാർവിളർന്ന് കോരഹിനെ, ദാതാവിനെ, അബീരാമിനെ വിഴുങ്ങിക്കളയുന്നവരെ കണ്ടതാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പറയുക, ഒരു നദിയുണ്ട്, ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങി പോവുകയില്ല. ഏതൊക്കെ കുലുങ്ങി മറിഞ്ഞാൽ, ഏതൊക്കെ ഇളകി മറിഞ്ഞാൽ കുലുങ്ങാത്ത ഒരുവനായി എന്റെ ദൈവം നിലനിൽപ്പുണ്ട്. എന്നോട് പറയുക, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവത്തെ അറിയുന്നു. മിണ്ടാതിരിക്കാനാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും എന്റെ മൂലഭാഷയിൽ be still and know I'm not going to move. Hallelujah. These things are not enough to move me. These things are not enough to challenge me. Hallelujah. Because I hold on to that mountain from where my help comes from. എന്റെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക്, കുലുങ്ങാത്ത പർവ്വതത്തിലേക്ക്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമുക്ക് ഹല്ലേലൂയ പല കാര്യങ്ങളിലും ഇന്ന് പകൽക്കാലം ആശങ്ക ഉണ്ടാകും. There may be crisis situation in your life. There may be crisis situation nationally, locally. Hallelujah. There may be crisis situation in your life personally, in your job situation. ജോലി മേഖലകളിൽ, ഹല്ലേലൂയ വിസ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, നിന്റെ ഭാവിയോടുള്ള ബന്ധത്തില്, നിന്റെ ആരോഗ്യത്തിലൊക്കെ ഈ വെല്ലുവിളി ഉണ്ടാകാം. നിലച്ചിരിക്കാത്ത അവസ്ഥകളിൽ പലരും നമ്മെ വിട്ടുപോയെന്ന് വരാം. അതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ ഒരു കാര്യം പറയട്ടെ, എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ഇതുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഇത് പകൽക്കാലം ദൈവസഭയായി നമ്മെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ കൂടി വന്നത് തന്നെ അതിനൊരു പ്രഖ്യാപനമാണ്. We could be somewhere else. We could be at many places, but we are the presence of God, spending some time in the presence. Hallelujah. We are here to worship Him. Hallelujah. And by your presence, hallelujah, by making yourself available in the presence of God, you are proclaiming, hallelujah, this is what I need. This is what I enjoy on a Sunday morning, being in the presence of God. ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്, ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നത്, ഇവിടെ ദൈവത്തെ പാടി ആരാധിക്കുന്നത്, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത് ഒരു പ്രഖ്യാപനമാണ്. സകലത്തിലും എനിക്ക് പ്രധാനം എന്റെ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ആരാധിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ, നീ ദൈവസന്നിധിയിൽ മുട്ടുകൊടുക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയുടെ മേൽ അവിടെ സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന, തീയുടെ ബലത്തെ കെടുത്തുന്ന, ചെങ്കടൽ നിനക്ക് വേണ്ടി പാത ഒരുക്കുന്ന എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുക. The hand of God is moving for you when you are sitting in the presence of God, worshiping God's holy name. എത്രയുടെ അനുഭവം അവന്റെ അനുഭവം ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ പ്രാർത്ഥന മുറിയിലായപ്പോൾ അതിന്റെ വിഷയത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. എന്റെ കണ്ണുനീര് അതിന് തകർന്നിട്ടായിരുന്നില്ല. എനിക്കറിയാം, എൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എന്റെ ദൈവം കാണാമറയത്ത് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുക. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ എഴുതിയ രേഖയ്ക്കും മേലെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ കൽപ്പന പുറപ്പെട്ട മണ്ഡലമായിരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ലോകം മുഴുവൻ നിന്നാലും the world of Daniel, hallelujah, it was against him. ദാനിയേലിന്റെ ലോകം എന്ന് പറഞ്ഞാൽ അന്ന് ബാബിലോൺ മഹാസാമ്രാജ്യം. അവിടെയുള്ള എല്ലാവരും, രാജാവ് തൊട്ട് താഴോട്ട് എല്ലാവരും എതിരായി. ഹല്ലേലൂയ. ആരും അനുകൂലമാകുന്നില്ല.
അവിടെ ഒരു കാര്യം സംഭവിച്ചത്, സർവശക്തനായ ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായി വെളിപ്പെടും. പകൽക്കാലം നമ്മുടെ ശാരീരിക മണ്ഡലങ്ങളിൽ പലതും നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. ഓ ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളിൽ പലതും നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. ഓ ഹല്ലേലൂയ. പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മുമ്പായി നിൽക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടാകാം. ഒരു കാര്യം നീ പ്രിയ ദൈവമല്ലേ പറയട്ടെ, നീ ദൈവ സന്നിധിയിലായിരിക്കുന്നത്. You are in the presence of God. Here there is solution to your uncertain situations. Hallelujah. Here there is answer to your crisis. Hallelujah. Here there is solution to all your problems. The പ്രശ്നത്തിന് മറുപടിയായി എന്റെ ദൈവത്തിന്റെ കരതല കൊണ്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ അവിടെ പറഞ്ഞു be still and know. നമ്മുടെ ഹൃദയം ഇളകി പറഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. പ്രക്ഷുബ്ധമായ ഒരു ഹൃദയത്തിന്, പ്രക്ഷുബ്ധമായ ഒരു മനസ്സിന് കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജഡം ഇളകി മറിയുമ്പോൾ, നമ്മുടെ മനസ്സ് ഇളകി മറിയുമ്പോൾ, when there are a lot of chemical reaction happening in our mind, in our brains, we won't be able to understand the ways of God. ദൈവത്തിന്റെ പദ്ധതികളെ വഴികളെ തിരിച്ചറിയുവാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് be still. In every your body, soul and mind, hallelujah, spirit shall be still sometimes, hallelujah, and know that God is good, hallelujah. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. പല പ്രതികൂലങ്ങൾക്കും ഹല്ലേലൂയ ഇതാണ് പോംവഴി. ഹല്ലേലൂയ. പല ബഹളങ്ങൾക്കും പല ഇളക്കിമറിച്ചിലിനും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, പല സ്തോത്രം വലിയ ശബ്ദങ്ങൾക്കുമെതിരെ we shall be still in the presence of God. And when we are still, God is working for you in the background. അറിയാവുന്ന ദൈവമൈതൽ ഹല്ലേലൂയ. പറഞ്ഞു, പലയിടത്തും ഞങ്ങൾ സംസാരിച്ചില്ല, പലയിടത്തും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല, പലയിടത്തും ഞങ്ങൾ പ്രതിവാദം ചെയ്തില്ല. എന്നാൽ ഞങ്ങളുടെ ആരാധനയിൽ, ഞങ്ങളുടെ പാഠ്യം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തിയിൽ ദൈവം അത് ചെയ്തു കാണിച്ചു. ഹല്ലേലൂയ. എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നമ്മോട്, ഇതുപോലെ കരുത്തവർക്ക് പറയാൻ കഴിയും, എന്നോട് കൂടെ എന്റെ ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നോട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് മതിയായതാ പ്രിയമുള്ളവരെ. പലതും പോരാ പോരാ എന്ന് എന്റെ കാതിൽ മന്ത്രിക്കുമ്പോൾ, ഇതുകൊണ്ട് പോരാ എന്ന് പറയുമ്പോൾ എന്റെ ദൈവം എനിക്ക് മതിയായവരാന്ന് പറഞ്ഞ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഏതൊരു ദൈവമെന്ന് തീരുമാനിക്കുന്നോ എന്റെ ദൈവം സങ്കീർണവും ബലവുമാണ്. ഹല്ലേലൂയ. പ്രയാസങ്ങളുടെ, ഭാരത്തിന്റെ, ദുഃഖത്തിന്റെ, വെല്ലുവിളികളുടെ ഒക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം ചിന്തിച്ചതുപോലെ മറുപടി ലഭിച്ചില്ല എന്ന് വരാം. എന്നാൽ ഹല്ലേലൂയ രാവിലെ നാം കേട്ടല്ലോ, ഹല്ലേലൂയ നമ്മുടെ ദൈവം നൽകുന്ന വിടുതലുകൾ, God gives a deliverance. Hallelujah. Praise the Lord. പലപ്പോഴും നാം വിചാരിക്കും നാം ആഗ്രഹിക്കുന്നത് പോലെ ആ വിടുതൽ, ദൈവത്തിന്റെ വിടുതലുകൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ദയ, അത് ഹല്ലേലൂയ, അത് നമുക്ക് പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനപ്പുറമാ. എന്റെ ബുദ്ധിക്ക് അഗോചരമാണ്. പിന്നീട് എനിക്ക് മനസ്സിലാവും, കർത്താവേ നീ എന്നെ ശിക്ഷിച്ചതല്ല, കൊടുത്തിന്റെ കരുണ വെളിപ്പെട്ടതാണ്. നീ എന്നെ തള്ളിക്കളഞ്ഞതല്ല, നീ എന്നെ ഏറ്റവും ദൈവത്തോടെ ചേർത്ത് കൊണ്ടതാ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകി തന്നത് ഓർക്കുക. ഇന്ന് പകൽക്കാലവും അത് ഓർക്കുക. എന്റെ ദൈവം, God is my fortress. Hallelujah. God is my refuge and strength, a very present help in trouble. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിയുള്ളവരെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും വ്യത്യസ്തമാകാം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ഒരേ ആത്മാവിൽ ദൈവത്തെ പാടി ആരാധിക്കുന്നു. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതികൂലങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ ദൈവം അതിനെല്ലാം പരിഹാരകനാണ്. നമ്മെ ചേർത്ത് നിർത്തുന്നത്, നമ്മെ സഹായ കൃപയോടെ ചേർത്ത് നിർത്തുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാൻ പ്രാർത്ഥിച്ചു. പിതാവേ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്, അങ്ങ് ഞങ്ങളുടെ ബലമാണ്. ഹല്ലേലൂയ. അതോർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. You are our refuge and you are our strength. ഹല്ലേലൂയ. നോട്ടം തികച്ചു സ്വർഗ്ഗമേ വിരുദിനായി, നോട്ടം തികച്ചു സ്വർഗ്ഗമേ വിരുദിനായി, പരമീടും ഞാൻ കരുതുക
Thank you.
നമുക്ക് വായിക്കാം. Let us turn our eyes to the scripture, Genesis 3:24. The fall of man എന്ന വിഷയത്തെക്കുറിച്ച് നാം കഴിഞ്ഞ 8 ആഴ്ചയിൽ ചിന്തിച്ചു. 9ാം ആഴ്ച 9ാമത്തെ പാർട്ടാണ്. This is the last part of that series. നമുക്ക് അവസാന ഭാഗമായി ജീവവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞ് സ്തോത്രം സുവിശേഷത്തിൽ കൊണ്ട് ആ വിഷയം നിർത്തി നമുക്ക് പറയാം. We learned about the fall of man for the past 8 weeks, and this is the last part. And we'll be meditating on the tree of life, and we would like to connect it back to the gospel, and we would end it there. Yeah, വായിച്ചാൽ 24ാം വാക്യം. Please read. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. After he drove the man out, he placed on each side of the garden of Eden cherubim and flaming sword, flashing back and forth to guide the way of the tree of life. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for the word of God. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ കെരൂബുകളെ നിർത്തി. He placed cherubim and a flaming sword that turned every way to guard the way of the tree of life. Praise the Lord. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന് ഏറ്റവും ആഗ്രഹമുള്ള ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാപ്പാൻ ദൈവത്തിന്റെ സ്തോത്രം ആവശ്യമായ ഒരു കാര്യമായിരുന്നു ജീവവൃക്ഷം. Praise the Lord. God wanted to protect tree of life with utmost the tree of life. Tree of life, yeah. ആ ജീവവൃക്ഷമായിരുന്നു അല്ലാതെ ദൈവം കാക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ just a big garden, വലിയ തോട്ടമാണ്. അതിനകത്ത് ഒരുപാട് ഫലപുഷ്ടങ്ങളുണ്ട്. ആദം കയറി വിശക്കുമ്പം പറിക്കാതിരിക്കാൻ വേണ്ടി മറ്റു വൃക്ഷങ്ങളിൽ നിന്ന് കാക്കുന്നതിലൊക്കെ അപ്പുറമായി എന്താണ് ജീവവൃക്ഷത്തെ കാക്കാനാണ് പ്രധാനമായും കെരൂബുകളെ അവിടെ നിർത്തിയത്. God gave importance to the protection of tree of life, and he wanted to keep it protected from Adam. ഇവരെ കൂടുതൽ പഠിക്കണമെന്ന് ചാട്ടെന്ന് വിചാരിച്ച് ഏദൻ തോട്ടം അടച്ചതല്ല. സ്തോത്രം. ഇത് ജീവവൃക്ഷത്തെ പാലിക്കാൻ ദൈവം ആ വൃക്ഷത്തിന്റെ ഫലം അവർ കഴിപ്പാൻ പറിക്കുവാൻ കഴിയാതെ സ്തോത്രം ദൈവം ഒരു തീരുമാനമുണ്ടാക്കി അതിനെ അടച്ചു. God decided that the man should not eat from the tree of life, and he closed that way. കാരണം ഈ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾ എന്താ ജീവിക്കാൻ പോകുന്നത്? അനശ്വരന്മാരായി, ഒരിക്കലും മരണമില്ലാത്തവരായി നിങ്ങൾ ജീവിക്കും. So if we eat from the tree of life at any stage of our life, we will be immortal and we will continue to live like that. എന്ന് പറഞ്ഞാൽ ദൈവം സ്തോത്രം മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുന്നേ, മനുഷ്യൻ വീണ് കഴിഞ്ഞപ്പോഴല്ല ദൈവത്തോടെ സ്ഥാപിച്ചത്, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പേ അവൻ എന്നേക്കുമായി നിലനിർത്തുവാനുള്ള പരിഹാരം കണ്ടിട്ടാണ് കർത്താവ് സ്തോത്രം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. God found a way and a solution for the man, and then only he created man. He had the solution for the fall of man. ഈ ജീവവൃക്ഷത്തെ പറ്റി പലയിടത്തും നാം വായിക്കുന്നത്, പ്രധാനമായും നാം വായിക്കുന്നത് ജ്ഞാനിയായ ശലോമോന്റെ സ്തോത്രം ആ പുസ്തകമായ സദസ്യവാക്യങ്ങളിൽ 3-ാം അധ്യായം 13 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരന്റെ ഭാഗ്യമാൻ എന്ന് പറഞ്ഞ് തുടങ്ങി അവിടെ ജീവവൃക്ഷത്തെ കുറിച്ച് പറയുന്നു. Tree of life is mentioned in Bible in various parts. One of the places which is mentioned is in Proverbs 3:13. It says that blessed is the one who finds wisdom and the one who gets understanding. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ചും പരിജ്ഞാനത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്നതിനോടുമാണ് സ്തോത്രം ജീവവൃക്ഷത്തെ അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം എന്ന് 18ാം വാക്യത്തിൽ കാണാം. In the 18th verse it says that she is a tree of life. Those who lay hold of her, for those who hold her fast and are called blessed. Praise the Lord. Praise be to God. ആരും ഭാഗ്യപദവിയുള്ളവർ സ്തോത്രം ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ജ്ഞാനത്തെ, ദൈവത്തിന്റെ വചനത്തെ, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് പറയുന്നു. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതാണ് പരിജ്ഞാനം, സ്തോത്രം ജ്ഞാനം എന്ന് പറയുന്നത്. So God says that if we are obeying the word of God, that is called as wisdom and understanding. And also സ്തോത്രം സദസ്യവാക്യം 13-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. In the Proverbs 11:30 says the fruit of the righteous is a tree of life. And also it's said in സദസ്യവാക്യം 15-ാം അധ്യായം 4-ാം വാക്യം നാവിന്റെ ശാന്തത ജീവവൃക്ഷം എന്ന് പറയുന്നു. Also in Proverbs 15:4 it says that gentle tongue is a tree of life. വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം 7-ാം വാക്യം പറയുന്നുണ്ട്,
സ്തോത്രം, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. So the word of God in Revelation 2:7 says that to one who conquer I will grant to eat of the tree of life. So ദൈവത്തിന്റെ പദ്ധതിക്കകത്തെ ഒരു വലിയ കാര്യമാണ് ഈ ജീവവൃക്ഷം. So according to the plans of God, tree of life has got great importance. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്നേക്കുമായി നിലനിർത്തുവാൻ മനുഷ്യനു വേണ്ടി ദൈവം കരുതിയ ഭാര്യ ജീവവൃക്ഷം എന്ന വലിയ ഫലം. God's plan for humankind is to make the man stay forever, give him the eternal life, and for that purpose the tree of life has been planted. നഷ്ടപ്പെട്ടു പോയ മാനവജാതിയെ വീണ്ടെടുക്കുവാൻ ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് കർത്താവ് യേശുക്രിസ്തു. Jesus Christ is the solution which God has been provided for the fallen man. ജീവന്റെ ഉറവിടമായി കർത്താവ് യേശുക്രിസ്തു എന്താ പറയുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. And Jesus Christ himself says, I am the way and the truth and life. അപ്പോൾ അവിടെ ലൈഫ് അല്ലേ, ജീവൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ജീവവൃക്ഷം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഭാഗമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. We can see the life which is mentioned by Jesus. It is a part of the gospel. പിന്നെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്തോത്രം, അവരോട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ജീവവൃക്ഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു വലിയ വിടുതലായി നമുക്ക് മനസ്സിലാക്കാം. We see that the tree of life is a solution by God provided for the deliverance of man. ഇതിനു മുമ്പുള്ള എല്ലാ സെഷനിലും ഞാൻ പറഞ്ഞു, ഈ 8 ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്നത് ശുഭകരമായ ഒരു സംഭവമല്ല. The fall of man is not a pleasant event which happened. അത് ഏതൻ തോട്ടത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. That event happened which shouldn't have happened in the Garden of Eden. പക്ഷേ അതിനർത്ഥം ദൈവത്തിന് അതിന്മേൽ പരിഹാരമില്ലെന്നല്ല. That doesn't mean that God doesn't have a solution. നാം ആഗ്രഹിക്കാത്ത പലതും ജീവിതത്തിൽ വന്ന് സംഭവിക്കാം, പക്ഷേ പരിഹാരമില്ലെന്ന് മാത്രം നാം ചിന്തിക്കരുത്. So dear children of God, one thing I would like to assure you is that there can be situations which we face which we might not have thought of facing, but do not consider that there is no more solution to those. നമുക്കെല്ലാവർക്കും ലാസ്റ്റ് എന്ന് പറയുന്നത് മരണത്തിനും ദൈവം പരിഹാരം നൽകിയിട്ടുണ്ട്. For us the death is the last event for in our life, but for death also God has provided a solution. മെഡിക്കൽ സയൻസിന് ഒരു മരിച്ചാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അവരുടെ ലാസ്റ്റ് മൊമെന്റ് അതാ, അവർ പറയും സോറി എന്ന് പറയല്ലേ. So medical science will say sorry, that is the last thing they can do. They cannot do anything. മരണത്തിന്റെ മുമ്പിലും സോറി പറയാൻ ഒരു കൂട്ടമേ ഉള്ളൂ. അത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനമാ. അവർ പറയും മരണം സോറി അല്ല, സോറോ അല്ല, മരണം നിത്യജീവനിലേക്കുള്ള വഴിയാ. We as the children of God, we are the only group who can stand before the last stage of life and last stage of the death and say that it is not an event which is sorrowful, but it is giving us eternal life. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി ദൈവം ഏതിനിൽ അടച്ചിട്ട് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാൽവറിയിൽ തുറന്നവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. God is a God who closed the door towards the tree of life, but He provided a solution for the eternal life at Calvary. ഹല്ലേലൂയ. വിചാരിച്ചു കാണും എന്നേക്കും ജീവിക്കുന്ന ഞങ്ങൾക്ക് ഉള്ള വഴി ദൈവം അടച്ചല്ലോ. അല്ല, ഏതിൽ ആ വഴി അടച്ചപ്പോൾ കാൽവറിയിൽ ആ വഴിയെ തുറക്കുവാൻ എന്റെ ദൈവത്തിന്റെ ക്രിസ്തുയേശുവിൻ പദ്ധതിയായി അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise God that God has given us a solution of Jesus. Hallelujah. Praise the Lord. പ്രിയമുള്ളവരെ, അടഞ്ഞുപോയ വഴികളെ തുറക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പേര് സുവിശേഷം. Hallelujah. God plans to open up the ways which has been closed, and the name of that solution is gospel. Hallelujah. ഇതുപകൽക്കാലം അടഞ്ഞ വഴികളെ നോക്കി നെടുവേർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സുവിശേഷം നിനക്കൊരു ഉത്തരമാണ്. സുവിശേഷം കൃപയുടെ വാതില് ഇന്നും തുറന്നു കിടക്കുകയാണ്. അതിലൂടെ പ്രവേശിച്ച് നിത്യജീവനിലേക്കുള്ള പ്രവേശനം എനിക്കും നിങ്ങൾക്ക് നൽകുവാനാ യേശു കാൽവറിയിൽ വഴിയും സത്യവും ജീവനുമായ യാഗമായി തീർന്നു. Dear children of God, if you have lost a life and you don't have any hope for life, but God has provided a solution in Calvary, that is Jesus Christ for eternal life. നമ്മുടെ ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ ഈ ഭാഗം ഈ മനുഷ്യന്റെ വീഴ്ചയെ കുറിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു, അയ്യോ ഏറ്റവും നമുക്ക് നമ്മുടെ എല്ലാം സ്വന്തം വീഴ്ചയ്ക്ക് കാരണമായ നമ്മുടെ എല്ലാം പാപത്തിന് കാരണമായ സംഭവമാണ് പറയുന്നത്. പക്ഷേ അത് നിൽക്കുന്നത്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത്
സുവിശേഷത്തിൽ. The ഹല്ലേലൂയ. conclusion of the fall of man is with the gospel. We might be thinking that it started with all the sorrowful things, but it is ending in the gospel. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, our God is a wonderful God. നമ്മുടെ ദൈവം മനോഹരമായ ശ്രേഷ്ഠനായ വലിയവനായ ദൈവമാണ്. എല്ലാ കാര്യങ്ങളും he makes all things beautiful in his style. സകലത്തെയും അതിന്റെ സമയത്ത് മനോഹരമാക്കി മാറ്റുന്ന ഒരുവനേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, എന്നാൽ എന്റെ ദൈവം സകലത്തെയും മനോഹരമാക്കുന്നവനാ. സാക്ഷാൽ ദൈവം തമ്പുരാനെ അത് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. That's why King Solomon says in his proverb says that in his time he makes all things beautiful, and our God is a wonderful God. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം പറയും ജയിക്കുന്നവർക്ക്, promise to overcome, ജയിക്കുന്നവർക്ക് ഹല്ലേലൂയ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. So the word of God says that those who are conqueror, I will grant to eat from the tree of life. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച എല്ലാത്തിന്റെയും ഒരു മാതൃക സ്വർഗ്ഗത്തിലുണ്ട്. We must understand that there is a example which is set in heaven for whatever is happening in earth. ഇവിടെ ഉള്ളതെല്ലാം മോഡലാ. Whatever is here is a model. ഇവിടെ ഉള്ളതെല്ലാം നിഴലാ. It is just a shadow over in the Praise the Lord. Hallelujah. നാം കാണുന്നതെല്ലാം നിഴലാ. ഇതിന്റെ എല്ലാം പൊരുള് ഒരു ദിവസം ദൈവസന്നിധിയിൽ നാം അതിന്റെ യഥാർത്ഥ രൂപത്തെ കാണാൻ പോവുകയാണ്. We are going to see the real part of this model, which is the real existence of what we are experiencing here in eternal life. Praise the Lord. For example, the Ark of God, സമാഗമന കൂടാരം, ദൈവത്തിന്റെ ആലയം, അതിന്റെ യഥാർത്ഥ രൂപം ഇരിക്കുന്നത് സ്വർഗ്ഗത്തിലാണ്. The Ark of God, or the place, the temple of God, is dwelling in heaven at this point of time. Praise the Lord. How many of you understand this? Praise the Lord. സ്വർഗ്ഗം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി 3 നേരം ശാപ്പാട് നമ്മളെ സന്തോഷിപ്പിക്കാനല്ല, അവിടെ ഇവിടെ നമ്മളോട് പ്രോമിസ് ചെയ്ത സകലത്തിന്റെയും മോഡല് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. Our God has got everything what He has been promised to us in this earth. We will be receiving that in heaven. സമാഗമന കൂടാരം എന്ന് പറയുന്നത് മാതൃകയെന്ന് പറയില്ലയോ? മോശെ ദൈവം കാണിച്ചു, ശിനായ പർവ്വതത്തെ വിളിച്ചു പോയിട്ട് പറഞ്ഞു, ഇതാണ് യഥാർത്ഥ ദൈവ സാന്നിധ്യത്തിന്റെ ഇടം. കെരൂബുകൾ ഹല്ലേലൂയ സ്തോത്രം കാവൽ നിൽക്കുന്ന ഇതെല്ലാം കാണിച്ചു. ഏദൻ തോട്ടത്തിന്റെ രീതിയിൽ അവിടെ ദൈവം കെരൂബുകളെ സ്ഥാപിച്ചതുപോലെ ദൈവം സമാധാനമുള്ള അതിപരിശുദ്ധ സ്ഥലത്തിന് കാവൽ നിർത്തിയിരിക്കുക. അതിന്റെ അതേ മോഡൽ പ്രകാരമാണ് മോശ Ark of the Covenant ഉണ്ടാക്കിയത്. Ark of Covenant was created by the model which God has given to Moses, and God actually wanted to tell us that God is keeping the cherubims to protect the Garden of Eden, and that is the exact replica of the Ark of Covenant. പുതിയ യെരൂശലേം എന്നുള്ളത്, ന്യൂ ജെറുസലേം, പുതിയ യെരൂശലേം എന്നുള്ളത് കെട്ടുകഥയല്ല, അത് ദൈവത്താൽ സംഭവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജീവവൃക്ഷത്തിന്റെ ഫലം അതിന്റെ ഇരുപുറവുമുണ്ട്. ഹല്ലേലൂയ. New Jerusalem is not myth, it is a reality, and the tree of life is present over there. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാട്ടെ. Let us read Revelation 22:2. ആ 22-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്മേൽ നമുക്ക് അധികാരമില്ല, കാരണം നമ്മളെ അതിൽ പുറത്താക്കി. എന്നാൽ പറയുക, ജീവവൃക്ഷത്തിന്മേൽ അധികാരം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി കഴുകി വെളുപ്പിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഹല്ലേലൂയ അതിന്മേൽ അധികാരം പ്രാപിക്കും. Today we do not have the right over the tree of life, but the day will come for the people who has got washed their robes, and they have got the right over the tree of life. പ്രിയമുള്ളവരെ, ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവ ഇടവാൻ പാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് പുതുക്കും. എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം സ്ഥാപിച്ചുകൊണ്ട് അതിലേക്കുള്ള യാത്രയിലാണ് നാം. ഹല്ലേലൂയ. We are the path. God has kept something for us, and we are the
path to achieve that. In Ezekiel 47:12 it says that, and on the bank of both the sides of the river there will grow all kinds of trees for the food. Their leaves will not wither, nor their fruits fade, but they will bear fresh fruits every month, because the water for them flows from the sanctuary, and their fruit will be for the food and their leaf for healing. ഭാവിയിൽ ദൈവജനത്തിന് ലഭിക്കാനിരിക്കുന്ന ഒരു നന്മയാണ് ജീവവൃക്ഷം. In future, the children of God are going to receive this great blessing called the tree of life. Praise the Lord. ജീവവൃക്ഷത്തിലേക്കുള്ള വഴി ഒരിക്കൽ അടഞ്ഞു പോയതിനെ കർത്താവ് തുറന്ന ഇടമാണ് കാൽവറിയിലൂടെ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ച പുതുവഴിക്കായി ദൈവത്തെ സ്തുതിക്കാം. Let us praise God for our Savior opening up the way on through Calvary for the tree of life. നഷ്ടപ്പെട്ടതിനെ എല്ലാം ദൈവം തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. There is a day when whatever we have lost, God is going to restore us. Hallelujah. Hallelujah. Paradise is lost, but it is going to be regained. And തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. Then there is a day we are going to regain paradise. Hallelujah. ജീവൻ നഷ്ടപ്പെട്ടു, മരണത്തിന് മനുഷ്യൻ കീഴടങ്ങി, എന്നാൽ നിത്യജീവനിലൂടെ ദൈവം തിരിച്ചു പിടിക്കും. Hallelujah. We might have lost to death, but there is a day which comes that we will have eternal life. ഫിലിസ്ത്യർ വിചാരിച്ചു, ഹല്ലേലൂയ, ദൈവത്തിന്റെ യഹോവയുടെ ദേവനോട് പിടിച്ചാൽ ഇസ്രായേൽ തീർന്നുവല്ല, അതിന്റെ യഥാർത്ഥ രൂപം ദൈവത്തിന്റെ സന്നിധിയായിരിക്കുന്നത് നിങ്ങൾക്ക് പിടിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നതല്ല. If we have the Ark of Covenant, we can capture Israelites, but they forgot that the reality of the Ark of Covenant is in heaven, not the model. ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച എല്ലാ ജനത്തിനു വേണ്ടി സ്തോത്രം, സഭ ഇവിടെ ദൈവം സ്ഥാപിച്ചല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആലയം ദൈവം സ്ഥാപിച്ചു. യഹോവയായ ദൈവം നിയമപ്പെട്ടകത്തെ ഇവിടെ സ്ഥാപിച്ചു. ഇതിന്റെ എല്ലാം പൂർണ്ണ രൂപത്തെ, the perfect church we are going to see in the presence of God. God has established the temple, God has established the church, and all these things, and even God has established the Ark of Covenant, and we are going to see in the eternal life the actual perfect model which is there in heaven. ഇവിടെയുള്ള സഭയ്ക്ക് imperfection ഒക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. In this church which is on earth, നമ്മള് ബലഹീനരാ, ജഡത്തിൽ ജീവിക്കുന്നവരാ, അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ സ്വർഗാതിസ്വർഗങ്ങളിൽ തന്റെ സഭയെ ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഒന്നിനും പരിമിതിയില്ല, ഒന്നിനും ഒരു കുറവില്ല. The perfect church we are going to see, the perfect shepherd we are going to see. Hallelujah. നല്ല ബലിയിടയനായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ സഭ അവിടെ കൂടിച്ചേരും. ആ സുന്ദരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. In this earth we might be having shortcomings and problems in this church, but when we go back and reach our Savior, we will have a perfect church, and in that day we will be worshiping our Savior. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയാക്കാൻ പറ്റില്ല, നമ്മൾ ഭാരപ്പെടണ്ട. ചില കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ല. There are certain things, if you are not able to be perfect in this church, do not be worried. Certain things we cannot be perfect. ദേവദാസന്മാർ വിചാരിക്കും ഇപ്പൊ അങ്ങ് ശരിയാക്കി തരാം, പക്ഷേ ശരിയാക്കാൻ പറ്റത്തില്ല. Some servants of God say that I can fix it now, but it is not possible. പല കാര്യങ്ങളും ദേവദാസന്മാർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. Even some of the servants of God cannot fix. അങ്ങനെ മാജിക്കൽ ഫിക്സ് ഉണ്ടായാലും എന്ത് നല്ലതായിരുന്നു. അവർക്ക് സ്വർഗം വേണ്ടായിരുന്നല്ലോ, ഇവിടെ തന്നെ ഇരുന്ന് ആരാധിച്ചാൽ പോരായിരുന്നു. How could it would happen if we had a magical fix? We don't need heaven then. ഇവിടെ കുറവ് വേണം പ്രിയമുള്ളവർ. ഇവിടെ കുറവുണ്ടെങ്കിലേ ആ പെർഫെക്ഷന് വേണ്ടി വാഞ്ചിപ്പാൻ നമ്മുടെ ഹൃദയത്തിൽ കഴിയുള്ളൂ. ഹല്ലേലൂയ. We need imperfection on this earth, because then only we will have desire to seek the perfection in heaven. ഹല്ലേലൂയ. ഇവിടെ മരണമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, വേർപാടുണ്ട്, രോഗമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറയുന്ന പോലെ പല കാര്യം നടന്നു വരത്തില്ല. എന്നാൽ അവിടെയൊക്കെ സ്തോത്രം പറഞ്ഞോണം. ഇതിന്റെ പ്രത്യാശിപ്പിക്കുന്നതാവേ പെർഫെക്റ്റ് ആയുള്ള ഒരു ഫെലോഷിപ്പ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ, ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ എനിക്ക് ലഭിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയാൻ തീർന്നു. We might be having death, sickness and weakness and problems over here, but we will be able to say praises unto God, because He is going to give us a place which is perfect in heaven. Hallelujah. Praise be to God. ഭൂമിയിലെ ദൈവസഭയിൽ ഇവിടെ പാസ്റ്റർക്ക് ഇംപെർഫെക്ഷൻ ഉണ്ട്. ഇവിടെയുള്ള ആലയത്തിന് ചുവടൊക്കെ മൂടി വരുത്തുക, അവരെല്ലാം ഇംപെർഫെക്ഷൻ ഉണ്ട്. പുറമെ നോക്കുന്ന പല കാര്യങ്ങളിലും ഇംപെർഫെക്ഷൻ ഉണ്ട്. നമ്മുടെ ഫെലോഷിപ്പ് ഒക്കെ എത്ര മനോഹരമാണെങ്കിലും പലപ്പോഴും ഇംപെർഫെക്ഷൻ ഒക്കെ വരാം, ടെക്നിക്കൽ ഡിഫിക്കൽറ്റി നമുക്ക് വരാം, അല്ലേ? രാവിലെ കണ്ടത് പല കാര്യങ്ങളും വരാം. പക്ഷെ അതൊന്നും കണ്ട് നമ്മൾ നിരാശപ്പെടരുത്. അതൊക്കെ വിരൽ ചൂണ്ടുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ഇംപെർഫെക്ഷനിലിരുന്ന്, ഈ പരിമിതിയിലിരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിമിതികളില്ലാത്ത ദൈവ സാന്നിധ്യമുള്ള എല്ലാ ദിവസവും എന്റെ നാഥന്റെ മുഖം കണ്ട് ഞാൻ ആരാധിക്കും.
ലഭിക്കുന്ന ഒരു സുദിനത്തിനായി പ്രത്യാശ വെച്ചുകൊണ്ട് പിറുപിറുപ്പില്ലാതെ നിനക്ക് ലഭിച്ച സൗകര്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. We should be able to give thanks to the situation in the imperfect conditions, because we should remember that we will be going to a perfect place in the presence of our God. Hallelujah. Imperfection of the do not murmur during the imperfections. Imperfection do not fight during the imperfections. Imperfection നടുവിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നിത്യതയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഒരുക്കുക. എനിക്ക് വേറൊരാളെ ഒരുക്കാൻ കഴിയത്തില്ല. എനിക്ക് തന്നെത്താൻ ശുദ്ധീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഒരിക്കൽ എന്റെ ദൈവം നിങ്ങൾക്ക് നൽകി തരും. അത് പ്രാപിപ്പാൻ ഒരുക്കത്തോളം കാര്യം കണ്ടെത്താൻ സഹായിക്കും. God should be able to give us the grace to prepare ourselves in these imperfect situations, so that we should have the desire to reach to the perfect situation. വായിക്കുന്നത് അപ്രകാരം തന്നെയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൽ 24-ാം വാക്യം നമ്മൾ വായിച്ച് തുടങ്ങിയ ഹല്ലേലൂയ കുറുവാക്യമായി മുതൽക്കാൻ വായിച്ച ആ വേദഭാഗത്തും ദൈവത്തിന് ഹല്ലേലൂയ ഒരു ഹോപ്പ് നൽകിയ ഈ മനുഷ്യന്റെ വീഴ്ചയുടെ സംഭവത്തെ ദൈവം നിർത്തുന്നത്. God is giving us a hope in Genesis 3:24, and is the fall of man, which is a sorrowful event. Even he is giving us a hope, and is closing that chapter over there. ജീവവൃക്ഷത്തെ കൊണ്ട് ഇനി യൂസ് ഇല്ലെങ്കിൽ ദൈവത്തെ കാവൽ നിർത്തുന്നില്ല. So if there is no use for the tree of life, he wouldn't have been protecting it with angels. ദൈവത്തിനെ പരിപാലിച്ച് കാവലാക്കി നിർത്തിയത് ഒരു ദിവസമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇതിന്റെ ഫലം തിന്മാൻ കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. അതുവരെ ആരും ഇതിനെ സ്പർശിക്കാൻ പാടില്ല. ഒരു ശക്തിയും ഇതിന്റെ മേൽ വരുവാൻ പാടില്ല. ഒരു പാമ്പും ചതിക്കാൻ പാടില്ല. ഒരു ഹല്ലേലൂയ ദുഷ്ടശക്തിക്കും അവിടെ പ്രവേശനമില്ല. കെരൂബുകളെ കാവൽ നിർത്തിയിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ സമയമായി. എത്ര പേര് വിശ്വസിക്കുന്നത് പകൽക്കാലം for us to eat the tree from the tree of life. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ വീഴ്ചയെ ദൈവം പരിഹരിച്ചത് സുവിശേഷം കൊണ്ടാണ്. God has resolved the fall of man through the gospel. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വീഴ്ചയ്ക്കും പരിഹാരം ഇന്നും സുവിശേഷമാണ്. For all the faults in our life, we have gospel as a solution. ഹല്ലേലൂയ. ഏതൊരു വീഴ്ചയോ കുറവോ വന്നാലും അതിന് കൗൺസിലിംഗ് അല്ല പരിഹാരം, അതിന് ഡിവോഴ്സ് അല്ല പരിഹാരം, അതിന് പണമല്ല പരിഹാരം, അതിന് ഹല്ലേലൂയ മറ്റു കാര്യങ്ങളൊന്നുമല്ല പരിഹാരം. അതിനെല്ലാം പരിഹാരം എന്റെ ദൈവം കാൽവരിയിൽ സ്ഥാപിച്ച സത്യ സുവിശേഷമാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. Whenever we experience the fall or the shortcomings, the solution is not a divorce, the solution is not a counseling or not even money, but the solution is the death by at the Calvary by our Lord Jesus Christ. സുവിശേഷമാണ് പരിഹാരം. Gospel is the solution. ആ പരിഹാരം ദൈവം നമുക്ക് ലോകസ്ഥാപനം മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെ ഒരുക്കിയ ദൈവകൃപയ്ക്കായി ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കാൽവരിയാകട്ടെയായി നമുക്ക് നന്ദി പറയാം. Praise God for the grace of God and for the Calvary death of our Lord Jesus Christ. Hallelujah. മനുഷ്യർ നിറഞ്ഞപ്പോൾ കുഞ്ഞാടിനെ അറുത്ത് അവർ കൂടെ ആടയുണ്ടാക്കിയെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി നമ്മെ നീതിയുടെ വസ്ത്രം ഉടുപ്പിക്കുവാൻ എന്റെ കർത്താവ് കാൽവരിയിലാകമായി. Lord Jesus Christ died on the Calvary because he saw that the man is naked in his sin, and to wrap us up with the lamb, the skin of the lamb, he died on the Calvary. Amen. ദൈവനീതി കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി ഇന്ന് നമ്മുടെ നീതിയായി മാറിയതോർത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തെ സ്തുതിച്ചാണ്. Let us praise God who believe that Jesus Christ has become our righteousness. നമ്മുടെ അവസാനമല്ല. ദുഃഖമുണ്ട്, ഹല്ലേലൂയ തീരും. ദുഃഖമില്ലാത്ത പുറമണിയില്ലാത്ത പ്രത്യാശയുള്ള ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടി നിത്യജീവനായി വെളിപ്പെടുന്നത് ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us praise God for the time when we will be reaching the eternal life, where there is no sorrow, where there is no shortcomings. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പകൽക്കാലം കേൾപ്പിച്ചു വരുന്നതിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ ചേർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ 1-ാം ദിവസത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളെ കണ്ണിന്റെ ഇഷ്ടങ്ങളെ പോലെ സൂക്ഷിച്ചായിരുന്നു, ഞങ്ങളെ പരിപാലിച്ചു.
ആവശ്യങ്ങളിൽ കൂടെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ച ദൈവ സ്നേഹത്തിനായി നന്ദിയോടെ അടിയങ്ങൾ കടന്നു സ്വന്തം ദൈവത്തിന് സാക്ഷി ഞങ്ങളോടുകൂടെ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവമിടയാക്കി നന്ദിയോടെ സ്തോത്രേ അടിയങ്ങൾക്ക് നല്ല സംഘടിതത്തെ നന്ദി തന്നുള്ളത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബലപ്പെടുത്തിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യും. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ മനപ്പാടവാക്യങ്ങളെ ദൈവസന്നിധിയാക്കി അവരെ രക്തോടൊപ്പം പൊതിഞ്ഞോളമേ, ആകർഷങ്ങളെ സൂക്ഷിച്ചോളമേ. ഈ ലോകത്തിന് അനുവരാതെ ദൈവിക പ്രകാരം ജീവിപ്പാനുള്ള സ്വർഗത്ത് കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊള്ളുവാനാകുന്നു പ്രാർത്ഥിക്കും. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സാക്ഷികളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് എത്ര നല്ലവനെന്ന് അനുഗ്രഹിച്ചുകൊള്ളുവാനാകണമേ. അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് സഹായിക്കുമെന്ന് കർത്താവേ, കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകളായി ഞങ്ങൾ ആ ദൈവത്തിനും കേട്ട കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായ ഞങ്ങളെ അവിടുത്തെ രക്തത്താൽ അവിടുന്ന് ഞങ്ങൾക്ക് യാഗമായി തീർന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം ഞങ്ങൾക്കായി യാഗമായി തീർന്ന ദൈവമേ, അങ്ങയുടെ സന്നിധി വിശുദ്ധിയോടും നിർമ്മലതയോടും കർത്താവ് ഞങ്ങളെ ആഗ്രഹിക്കുന്ന നടവിലായി തീരുവാനെ സഹായിച്ചുകൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവങ്ങൾ ഞങ്ങളെ സഭയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദാസനെ വചനം വിളിപ്പാൻ നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിന് അനുവരാതെ അടിയനും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും ജീവിപ്പാൻ ഞങ്ങൾ നിമിഷത്തോടും സഹായിച്ചുകൊള്ളണമേ. ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളുടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും കർത്താവ് ഞങ്ങളെ പരിപാലിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിച്ച് പലവിധ ആവശ്യങ്ങൾ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയായി ദൈവങ്ങളുടെ ഓരോരുത്തരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുസാന്നിധ്യം കൂടിയിരിക്കുന്ന യാത്രയിലാകുന്നവരോടുകൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ക്ഷേമത്തോടെ പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങൾ തിരുസന്നിധിയിൽ വയ്ക്കുന്നു അതിലൊക്കെ ദൈവം പ്രവർത്തിച്ച് അങ്ങയുടെ നാമം ഞങ്ങളെ കണ്ണിന്റെ പോലെ സൂക്ഷിക്കുന്ന ദൈവം പരിപാലിച്ചു കൊള്ളണമേ. കൃപയിൽ താങ്ങിക്കൊള്ളണമേ. തിരുനാമം ഞങ്ങളിൽ മഹത്വപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോ ആയിരിക്കാം അടിയാറേ മനസ്സ ഉടയ മഹോന്നത വന്ദനം നിനക്കാമേ. അവൻ മനസ്സായി ഉടയ മഹോന്നത വന്ദനം നിനക്കാമേ. പ്രഭാവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചവരുടെ സംസർഗവും സഹവാസവും കൂട്ടായ്മയ്ക്കാവലും നമ്മോട് പ്രാർത്ഥിച്ചോട് ദൈവസഭയിലെല്ലാം ഭവനങ്ങളോടും ലോകമോടുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാമത്തിലേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ.